Hello students, in class 12 continuity and differentiability exercise 5.1 question number 23 to 34 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So question number 23. Find all points of discontinuity of f where f of x is equal to sin x by x if x less than 0, x plus 1 if x greater than or equal to 0. So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? all points of discontinuity ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് എന്താ നമ്മുടെ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രമേ ഉള്ളൂ അല്ലേ. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ല നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ എക്സ് ഇസ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് എന്താ എക്സ് പ്ലസ് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്. നമ്മൾ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എൽ എച്ച് എൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x less than 0. So function sin x by x ആണ്. സോ ഫംഗ്ഷൻ sin x by x ലിമിറ്റ് h ടെൻസ് ടു 0 ആകുമ്പം നമുക്ക് എക്സിന് പകരം 0 മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. താഴെ എക്സ് ഉണ്ട്, സോ താഴെ നമുക്ക് 0 മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ ഓഫ് മൈനസ് എച്ച് ബൈ മൈനസ് എച്ച്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? മൈനസ് സൈൻ തീറ്റയാണ്. സോ സൈൻ ഓഫ് മൈനസ് എച്ച് എന്താ? മൈനസ് സൈൻ എച്ച് ബൈ എന്താ? നമുക്ക് മൈനസ് എച്ച് ഉണ്ട്. ഈ മൈനസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് സൈൻ എച്ച് ബൈ എച്ച് എന്ന് കിട്ടും. സൈൻ എച്ച് ബൈ എച്ച്, സൈൻ തീറ്റ ബൈ തീറ്റ നമുക്ക് 1 ആണ്. സൈൻ തീറ്റ ബൈ തീറ്റ, ഇവിടുത്തെ തീറ്റയും സെയിം ആണെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ സൈൻ എച്ച് ബൈ എച്ച് എന്താണ്? 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടിയതിൻ്റെ ആൻസർ? നമുക്ക് ലിമിറ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല, അതിനു മുമ്പ് നമുക്ക് 1 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് ആർ എച്ച് എൽ എന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. 0 പ്ലസ് എന്ന് പറയുമ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താ? എക്സ് പ്ലസ് 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് പ്ലസ് 1. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പം 0 പ്ലസ് മീൻസ് 0 പ്ലസ് എച്ച് പ്ലസ് 1. എച്ചിന് നമുക്ക് വാല്യൂ കൊടുക്കാം 0 എന്ന്. സോ ആൻസർ ഇസ് 1. സോ ഹിയർ എന്താ? എല്ലാം നമുക്ക് സെയിം ആയിട്ടല്ലേ കിട്ടിയത്. So LHL is equal to RHL is equal to f of 0. Therefore, this function is continuous at x is equal to 0. Thus, there is no point of discontinuity. നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് ഫുൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. സോ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 24. Determine if f is defined by f of x is equal to x square sin 1 by x if x not equal to 0, 0 if x is equal to 0. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ്? നമുക്ക് എൽ എച്ച് എൽ നോക്കാം. എൽ എച്ച് എൽ അതിന് മുമ്പ് എഫ് ഓഫ് 0 നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മുടെ ഫംഗ്ഷൻ 0 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിരിക്കുന്നത് 0 തന്നെയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷനെ നമുക്ക് എന്താണ്? 0 ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റിനകത്തിൽ. നെക്സ്റ്റ് എൽ എച്ച് എൽ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ മാത്രമേ ഉള്ളൂ ഈ ഫംഗ്ഷൻ. ബാക്കി എല്ലാ പോയിന്റിലും നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഇതാണ് യൂസ് ചെയ്യേണ്ടത്. സോ എക്സ് ടെൻസ് ടു 0 മൈനസിലെ ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ്. ഇനി നമുക്ക് എച്ചിൻ്റെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എച്ച് ടെൻസ് ടു 0 ആകുമ്പം എക്സിന് വരെ നമുക്ക് 0 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ സൈൻ 1 ബൈ 0 മൈനസ് എച്ച്. ഇനി നമുക്ക് എച്ചിന് വാല്യൂ കൊടുക്കാം. എച്ചിന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? ഇവിടെ തന്നെ നമുക്ക് 0 കിട്ടും അല്ലേ. 0 ഇൻറ്റു ദിസ് ഫുൾ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. സോ ആൻസർ 0. ആർ എച്ചിൽ നോക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ്. ഇനി നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. എച്ച് ടെൻസ് ടു 0 കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്താണ്? 0 പ്ലസ് എച്ച് എന്ന് കൊടുക്കുക. 0 പ്ലസ് എച്ച് എന്ന് കൊടുത്തിട്ട് നമുക്ക് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ്? ആൻസർ 0 എന്നാണ് കിട്ടുന്നത്. ഇവിടെ ലിമിറ്റ് എന്താണ്? എച്ച് ടെൻസ് ടു 0 കൊടുത്തിട്ട് എച്ചിൻ്റെ വാല്യൂ കൊടുക്കുമ്പം ഈ ഫുൾ ടേം എന്താണ്? 0 ആയി പോകും. ഇവിടെ എച്ചിന് 0 കൊടുക്കുമ്പം. സോ 0 ഇൻറ്റു സംതിങ്, ആൻസർ ഇസ് 0. ഇവിടെ നമുക്ക് ഫുൾ 0 അല്ല കിട്ടിയത്. ദസ് എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. ദസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0.
Question number 25. Examine the continuity of f where f is defined by f of x is equal to sin x minus cos x if x not equal to 0, minus 1 if x is equal to 0. x is equal to 0 minus 1 യൂസ് ചെയ്യുക, x not equal to 0 നമുക്ക് ഈ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മൈനസ് 1 ആണ്. എൽ എച്ചിൽ എടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പം എക്സിന് എന്താ? 0 മൈനസ് എച്ച്, 0 മൈനസ് സംതിങ് മൈനസ് കോസ് ഓഫ് 0 മൈനസ് എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഓഫ് മൈനസ് എച്ച് എന്നല്ല നമുക്ക് ഇടാം. 0 മൈനസ് എച്ച് മൈനസ് എച്ച് മൈനസ് കോസ് എച്ച്. ഓക്കെ, നമുക്കിവിടെ കോസ് എച്ച് എന്ന് കിട്ടി. ദാറ്റ് ഇസ് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, അതാണ് നമുക്ക് കോസ് ഓഫ് മൈനസ് എച്ച് എന്നുള്ളത് നമുക്ക് കോസ് എച്ച് തന്നെ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ സൈൻ ഓഫ് മൈനസ് എച്ച് എന്താണ്? മൈനസ് സൈൻ എച്ച് ആണ്. ഇവിടെ എന്താ? മൈനസ് സൈൻ എച്ച് എന്നും മൈനസ് കോസ് എച്ച് എന്നും നമുക്ക് കിട്ടും. ഓക്കെ, കാരണം സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ്. സോ മൈനസ് സൈൻ എച്ച്. ഇവിടെ നമുക്ക് മൈനസ് കോസ് എച്ച്. കോസ് ഓഫ് മൈനസ് എച്ച് കോസ് എച്ച് എന്ന് വരും. സോ മൈനസ് കോസ് എച്ച്. ഇനി നമുക്ക് ഇവിടെ നിന്ന് രണ്ടിന് എന്താണ്? മൈനസ് കോമൺ എടുക്കാം. സോ ഞാൻ മൈനസ് കോമൺ എടുത്തു. അപ്പോൾ സൈൻ എച്ച് പ്ലസ് കോസ് എച്ച്. നമുക്കറിയാം സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ഈ ഒരു ഫുൾ ടേം എന്താവും? 1 ആവും. സോ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ആൻസർ ഇസ് മൈനസ് 1. ആർ എസിൽ നോക്കുമ്പോഴോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. എച്ച് ടെൻസ് ടു 0 ആകുമ്പം സൈൻ ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് കോസ് ഓഫ് 0 പ്ലസ് എച്ച്. എച്ചിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സൈൻ എച്ച് മൈനസ് കോസ് എച്ച് എന്ന് കിട്ടും. സോ സൈൻ 0 എന്ന് വെച്ചാൽ എന്താണ്? 0 ആയി പോവും. മൈനസ് കോസ് എച്ച് മൈനസ് കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ? എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണ്. ദെർഫോർ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. Question number 26. Find the value of k so that the function f is continuous at the indicated point in exercises 26 to 29. f of x is equal to k cos x by pi minus 2x if x not equal to pi by 2. 3 if x is equal to pi by 2 at x is equal to pi by 2. x is equal to pi by 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എഫ് ഓഫ് ഇവിടെ പോയിന്റ് എന്നാൽ പൈ ബൈ 2 ഇത് മൂന്നും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നമുക്ക് അതെടുത്ത് എഴുതാം. സോ ഇവിടെ എന്താണ്? എക്സ് ടെൻസ് ടു പൈ ബൈ 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു പൈ ബൈ 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു pi by 2 plus f of x. pi by 2 plus f of x is equal to f of pi by 2 നമുക്ക് എഴുതാം. സോ നമുക്ക് എൽ എച്ചിലെ നമുക്ക് മാറ്റി എഴുതാം. എൽ എച്ചിൽ ഇതാണല്ലോ. എൽ എച്ചിൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 മൈനസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എൽ എച്ചിൽ എടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 മൈനസ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? പൈ ബൈ 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? പൈ ബൈ 2 അല്ലാത്ത എല്ലാ സ്ഥലത്തും നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പം കെ കോസ് ഇവിടെ എക്സിന് പകരം പൈ ബൈ 2 മൈനസ് എച്ച് ബൈ പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എച്ച് എന്ന് കിട്ടി. പൈ ബൈ 2 മൈനസ് എച്ച്. പൈ ബൈ 2 എന്ന് വെച്ചാൽ എന്താണ്? 90 ആണ്. കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്താ? സൈൻ തീറ്റയാണ്. സോ ഈ വാല്യൂ എന്താവും? സൈൻ തീറ്റ. അതുപോലെ സൈൻ തീറ്റയ്ക്ക് ഇവിടെ എന്താണ്? എച്ച്. സോ ഇതെന്താ? കോസ് എച്ച്. നമുക്കിവിടെ സൈൻ എച്ച്. കോസ് പൈ ബൈ 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എച്ച്. ഓക്കെ, സോ കെ സൈൻ എച്ച് ബൈ താഴത്തെ വാല്യൂ പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എച്ച്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2നെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2 2 ക്യാൻസലായി. ബാക്കി എന്തോരും? മൈനസ് പൈ. ഇവിടെ മൈനസ് 2 ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്. അപ്പോൾ പ്ലസ് 2h. ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കെ സൈൻ
h by 2h. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഇത് sin h by h ഫോമാണ്. പക്ഷെ നമുക്ക് ഈ 2 വേണ്ട. അല്ലെങ്കിൽ നമുക്കിത് ഈ ഫുൾ ടേമിന് നമുക്ക് എന്താ 1 ആയിട്ട് എഴുതാം. നമ്മൾ പറഞ്ഞു സൈൻ തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ഈ 2നെ അങ്ങ് പുറത്തെടുക്കാം. അപ്പം 1/2 ലിമിറ്റ് h ടെൻസ് ടു 0 k സൈൻ h ബൈ h. സോ സൈൻ h ബൈ h ഇസ് ഈക്വൽ ടു എന്താണ് 1 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ് 1/2 ഇൻറ്റു ഇവിടെ ഒരു k ഉണ്ട് 1/2 ഇൻറ്റു k ദാറ്റ് ഇസ് ഈക്വൽ ടു k/2. അപ്പം നമുക്ക് LHൽ k/2 കിട്ടി. ഇനി നമുക്ക് അടുത്ത വാല്യൂം കൂടെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ഇതുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക, അതായത് RHലുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് f(π/2) ആയിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് f(π/2) നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ 3 ആണ്. സോ ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല നമുക്ക് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, അപ്പം നമ്മുടെ ഫംഗ്ഷൻ 3 ആയിട്ട് മാറും. അപ്പം f(π/2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് കിട്ടിയ ഈ വാല്യൂ എന്തായിരുന്നു k/2. k/2 നമുക്ക് f(π/2) ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് k/2 is equal to 3. So the value of k is 6. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. f of x is equal to kx square if x less than or equal to 2. 3 if x greater than 2 is continuous at x is equal to 2 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതുന്നത് എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു പോയിന്റ് ഏതാണ് 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2. സോ ഇവിടെ നമുക്ക് LHലും RHലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ f(2) ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് മറ്റേടത്ത് നമുക്ക് കോൺസ്റ്റൻ്റ് അല്ലായിരുന്നു ഈക്വൽ ടു എന്ന്. ഇവിടെ നമുക്ക് ഈക്വൽ ടുവിലും കോൺസ്റ്റൻ്റ് വാല്യൂ ഒന്നും അല്ല. അതുകൊണ്ടാണ് നമ്മൾ LHലും RHലും ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. RHൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് 3. സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്താൽ പോരെ. സോ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാനിലാണ് കോൺസ്റ്റൻ്റ് വന്നിരിക്കുന്നത്. സോ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. സോ അതാണ് ഞാൻ LHലും RHലും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് നമ്മുടെ ഫംഗ്ഷൻ എന്താ എക്സ് ലെസ് ദാൻ 2ൽ kx². ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ 3 ആണ്. സോ ഇവിടെ നമുക്ക് 3. ഓക്കെ, ഇവിടുത്തെ കാര്യം നമ്മുടെ കഴിഞ്ഞു. ഇവിടെ 3 ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആവുന്ന സമയത്ത് k ഇൻറ്റു 2 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ. എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ k ഇൻറ്റു 4 ദാറ്റ് ഈസ് 4k ഈക്വൽ ടു 3. സോ വാല്യൂ ഓഫ് k ഈസ് 3/4. Next question number 28. f of x is equal to kx plus 1 if x less than or equal to pi, cos x if x greater than pi, and is continuous at x is equal to pi. So continuous ആണ് നമ്മൾ എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് നമ്മൾ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് RHലും LHലും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, kx പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പം k ഇൻറ്റു പൈ മൈനസ് എച്ച് പ്ലസ് 1 that is equal to limit h tends to 0 cos of pi plus means pi plus something that is pi plus h. ഇനി നമുക്ക് എച്ചിൻ്റെ വാല്യൂ എടുക്കാം. k ഇൻറ്റു പൈ മൈനസ് 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് പൈ. ഇവിടെ നമുക്ക് എച്ച് കൊടുക്കുമ്പോൾ ബാക്കി കോസ് പൈ എന്ന് വെച്ചാൽ കോസ് 180 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. സോ നമുക്കിവിടെ -1 എന്ന് എഴുതാം. k പൈ ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 1നെ ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പം -2 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഈ പ്ലസ് 1നെ ഞാൻ അങ്ങോട്ട് എടുത്തു. അപ്പം -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ദെർഫോർ k ഈസ് ഈക്വൽ ടു -2/π എന്ന് kയുടെ വാല്യൂ കിട്ടി. Question number 29. f of x is equal to kx plus 1 if x less than or equal to 5. 3x minus 5 if x greater than 5 and is continuous at x is equal to 5. അപ്പോൾ കണ്ടിന്യൂസ് ആണ് നമ്മൾ എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 ആണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് kx പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 3x മൈനസ് 5.
ഇനി നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യാം. h ടെൻസ് ടു 0. ഈ ലിമിറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് അറിയാത്തവർ പ്ലീസ് നേരത്തെ വീഡിയോസ് കണ്ടത് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുക. ഓക്കെ, ലിമിറ്റ് h ടെൻസ് ടു 0 k ഇൻറ്റു 5 മൈനസ് h പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 3 ഇൻറ്റു എക്സിന് വരെ നമുക്ക് 5 പ്ലസ് h കൊടുക്കാം മൈനസ് 5 k ഇൻറ്റു എച്ചിന് വാല്യൂ കൊടുത്തു 5 മൈനസ് 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 പ്ലസ് 0 മൈനസ് 5. ഇവിടെ എന്താ 5 ഇൻറ്റു കെ 5k പ്ലസ് 1 ഉണ്ട്. 5 ഇൻറ്റു 3 15 മൈനസ് 5. 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. 15 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 5k ഈസ് ഈക്വൽ ടു ഈ 1 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ദാറ്റ് ഈസ് 10 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ ദ വാല്യൂ ഓഫ് k ഈസ് 9/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. Find the values of a and b such that the function defined by f of x is equal to 5 if x less than or equal to 2. ax plus b if 2 less than x less than 10. 21 if x greater than or equal to 10. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ഉള്ളത്? 2 ഉണ്ട്, 10 ഉണ്ട്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് 2ലും 10ലും. സോ നമുക്ക് 2 വെച്ചിട്ടും 10 വെച്ചിട്ടും നമുക്ക് ഇത് ആ 2 പോയിൻറ്റ്സ് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണ്. എപ്പം എക്സിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്ത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 10 ആണ്. എപ്പോൾ പോയിന്റ് നമ്മൾ 10 ആക്കി എടുക്കുന്ന സമയത്ത്. അത് നമുക്ക് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 നോക്കാം. x is equal to 2 ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 5 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? എ എക്സ് പ്ലസ് ബി ആണ്. സോ ഇവിടെ 5 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്തു. h ടെൻസ് ടു 0 a ഇൻറ്റു 2 പ്ലസ് h പ്ലസ് ബി. സോ 5 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ നമുക്ക് ഇക്വേഷൻ 1 എന്നിടാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. സോ ഇവിടെ നമുക്ക് എയും ബിയും ഉണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അടുത്ത പോയിന്റും കൂടെ എഴുതിയിട്ട് ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കിട്ടും. ആ 2 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താലേ നമുക്ക് എയിൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്നൊരു പോയിന്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് അത് വെച്ചിട്ടുള്ളത് ചെയ്യാം. At x is equal to 10, limit x tends to 10 minus f of x is equal to limit x tends to 10 plus f of x ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്താ? ലിമിറ്റ് 10 മൈനസ് ആകുമ്പം എക്സ് ടെൻസ് ടു 10 മൈനസ് ആകുമ്പം എ എക്സ് പ്ലസ് ബി ആണ് ഫംഗ്ഷൻ. 10 പ്ലസ് ആകുമ്പം നമ്മുടെ ഫംഗ്ഷൻ 21 ആണ്. സോ നമ്മൾ എച്ച് ടെൻസ് ടു 0 കൊടുക്കുക. 10 minus h, a into 10 minus something, that is 10 minus h. 10 minus h plus b, that is equal to 21. നമുക്ക് hന്റെ വാല്യൂ 0 കൊടുക്കുക. a into 10 plus b, that is equal to 21. സോ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ കിട്ടി. 10a plus b is equal to 21. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ 2 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ? 10a plus b is equal to 21 ഉം 2a plus b is equal to 5 ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? നമുക്ക് 10a plus b is equal to 21 ഉണ്ട്. അടുത്ത ഇക്വേഷൻ എന്താണ്? 2a plus b is equal to 5 ഉണ്ട്. സോ നമ്മൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബി അങ്ങ് ക്യാൻസൽ ആയി പോകത്തില്ലേ? സോ ഞാൻ ഇതിൻ്റെ ഫുൾ ചേഞ്ച് ചെയ്തു. സൈൻ ഇവിടെ മൈനസ് ആക്കി, ഇവിടെ മൈനസ് ആക്കി, ഇവിടെ മൈനസ് ആക്കി. സോ ഞാൻ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്റ്റ് ചെയ്യാണ്. സോ 10 മൈനസ് 2 എന്താ എനിക്ക് കിട്ടുക? 8a പ്ലസ് ഇതെന്താ? 0 ആയിപ്പോയി. സോ ഈക്വൽ ടു 21 മൈനസ് 5 ഇസ് 16. ഓക്കെ, അപ്പം a ഈസ് ഈക്വൽ ടു 16/8, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. നമുക്ക് എയുടെ വാല്യൂ 2 കിട്ടിയല്ലോ. ഇനി 2 എടുത്ത് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഇക്വേഷൻ നമുക്ക് എന്താ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ കിട്ടും. ഞാനിപ്പോൾ 2a plus b ഈസ് ഈക്വൽ ടു 5, അതായത് നമ്മുടെ ഇക്വേഷൻ 1ൽ അത് പുട്ട് ഇൻ ഇക്വേഷൻ
1. ഇക്വേഷൻ 1ൽ ഞാൻ എന്താണ് ഈ എയിൻ്റെ വാല്യൂ എടുത്തിട്ട് 2a + b = 5 ആണ് എൻ്റെ ഇക്വേഷൻ. സോ എന് പകരം ഞാൻ 2 × 2 + b = 5, 4 + b = 5 ആൻഡ് b = 5 - 4 that is equal to 1. സോ നമുക്ക് എയിൻ്റെ വാല്യൂ 2 കിട്ടി, ബിൻ്റെ വാല്യൂ 1 കിട്ടി. Next question number 31. Show that the function defined by f of x is equal to cos of x square is a continuous function. ജസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മാത്രം കണ്ടാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്, നമുക്ക് പോയിൻ്റ് ഒന്നുമില്ല. സോ പോയിൻ്റ് നമ്മൾ പോയിൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ എടുക്കുക, പോയിൻ്റ് നമ്മൾ സി ആയിട്ട് എടുക്കുകയാണ്. സി ആയിട്ട് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഇക്വേഷൻ എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ എഴുതുക. ഞാനിപ്പം കുറേ പ്രോബ്ലത്തിൽ അത് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, അതാണ് ഞാൻ എല്ലാ പ്രോബ്ലത്തിലും എഴുതാത്തത്. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കോസ് സി സ്ക്വയർ. നമ്മൾ സി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എഫ് ഓഫ് സി എന്താണ്, കോസ് സി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സി സ്ക്വയർ ഉള്ളി. LHL എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു സി മൈനസ് നമുക്ക് ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ സെയിം ഫംഗ്ഷൻ കോസ് എക്സ് സ്ക്വയർ. സോ എച്ച് ലിമിറ്റ് മാറ്റി എച്ച് ടെൻസ് ടു 0 ആകുമ്പം സി മൈനസ് മീൻ സി മൈനസ് എച്ച്. സി മൈനസ് എച്ച് സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ. സോ എച്ചിന് വാല്യൂ കൊടുത്തു കോസ് ഓഫ് സി മൈനസ് 0 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സി സ്ക്വയർ. LHL കൊടുക്കുന്ന സമയത്ത് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു സി പ്ലസ് കോസ് എക്സ് സ്ക്വയർ. കോസ് ഓഫ് ഇത് നമുക്ക് എന്താ, സി പ്ലസ് എച്ച്, ദാറ്റ് ഈസ് സി പ്ലസ് മീൻ സി പ്ലസ് സംതിങ്, ദാറ്റ് ഈസ് സി പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് സി പ്ലസ് എച്ചിന് നമ്മൾ 0 കൊടുത്തു, സി പ്ലസ് 0 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സി സ്ക്വയർ. അവിടെ നമുക്ക് കോസ് സി സ്ക്വയർ, ഇവിടെയും കോസ് സി സ്ക്വയർ, ഇവിടെയും കോസ് സി സ്ക്വയർ. സോ എന്താണ്, ദസ് LHL is equal to RHL is equal to f of c. The function is continuous at x is equal to c. Next questionലേക്ക് എടുക്കാം. Show that the function defined by f of x is equal to mod cos x is a continuous function. Mod cos x continuous function ആണെന്ന് നമുക്ക് നോക്കണം. f of x is equal to എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് കോസ് എക്സ് ആണ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സി നമുക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സി എന്ന് പോയിന്റ് എടുത്തു. സോ എഫ് ഓഫ് സി ആണെങ്കിൽ കോസ് സി വരും. മോഡ് കോസ് സി എന്ന് വെച്ചാൽ കോസ് സി എന്താണ്, പോസിറ്റീവ് തന്നെയാണ്. സോ കോസ് സി തന്നെ നമുക്ക് എഴുതാം. മോഡ് എന്ന് വെച്ചാൽ എന്താണ്, മോഡ് ഓഫ് -3 എന്താ, +3 ആവും. നമുക്ക് മോഡ് മാറ്റുമ്പം നമ്മുടെ നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ് ആവും. ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് നോക്കാം. സി മൈനസ് നമുക്ക് ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, മോഡ് കോസ് എക്സ്. നമ്മൾ ആ ഫംഗ്ഷൻ കൊടുത്തു മോഡ് കോസ് എക്സ്. ലിമിറ്റ് മാറ്റി സി മൈനസ് മീൻ സി മൈനസ് സംതിങ്, ദാറ്റ് ഇസ് സി മൈനസ് എച്ച്. മോഡ് കൊടുത്തു. അപ്പോൾ നമ്മൾ എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കും, നമുക്ക് വീണ്ടും മോഡ് കോസി കിട്ടി. ദ ആൻസർ ഇസ് കോസി. RHL ഇടുമ്പോൾ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു സി പ്ലസ് നമ്മുടെ ഫംഗ്ഷൻ. ലിമിറ്റ് മാറ്റുന്ന സമയത്ത് എച്ച് ടെൻസ് ടു 0 ആകുമ്പം കോസ് ഓഫ് സി പ്ലസ് എച്ച്. എച്ചിന് നമ്മൾ 0 കൊടുത്തു. സോ ആൻസർ ഇസ് മോഡ് കോസ് സി, ദാറ്റ് ഈസ് കോസി. സോ ഇവിടെ എന്താ, എല്ലാം സെയിം ആണ്. LHL is equal to RHL is equal to f of c. The function is continuous at x is equal to c. Next question, question number 33. Examine that sine of mod x is a continuous function. എളുപ്പമാണ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ എക്സസൈസ് ഭയങ്കര എളുപ്പമാണ്. കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് എക്സസൈസ്, കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ പ്രോബ്ലംസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു സൈൻ മോഡ് സി. നമ്മൾ പോയിന്റ് നമ്മൾ സി ആയിട്ട് എടുത്തത്. സോ അതാണ് നമ്മൾ എഫ് ഓഫ് സി ഫസ്റ്റ് കണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സി. LHL എടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് സൈൻ ഓഫ് മോഡ് എക്സ്. എച്ച് ടെൻസ് 0 ആകുമ്പോൾ സൈൻ ഓഫ് സി മൈനസ് മീൻ സി മൈനസ് എച്ച്. എച്ചിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാല്യൂ സൈൻ സി എന്ന് കിട്ടി. നെക്സ്റ്റ് RHL, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് സൈൻ ഓഫ് mod x, that is equal to limit h tends to 0 sin of mod c plus h, that is equal to sin c. h ന് നമ്മൾ 0 കൊടുക്കുകയാണ്, ലിമിറ്റ് കൊടുക്കുകയാണ്. So function is continuous at x is equal to c. Question number 34 നോക്കാം. Find all points of discontinuity of f defined by f of x is equal to mod x minus mod of x plus 1. So നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇതാണ്. x is equal to c നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് f of c നോക്കാം. f of c എന്താണ്, mod c minus mod of c plus 1 ആണ്. മോഡ് സി എന്ന് വെച്ചാൽ എന്താ, സി തന്നെയായിരിക്കും. മൈനസ് എന്താ, ഇവിടെ മൈനസ് ആണ്. അപ്പം ഇതെങ്ങനെയാണ് വരിക, മോഡ് സി
മൈനസ് മോഡ് ഓഫ് സി പ്ലസ് വൺ എന്നല്ലേ. സോ നമ്മൾ എന്ത് എഴുതി? മോഡ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സി തന്നെയാണ്. മൈനസ് ഇവിടെ മോഡ് ഓഫ് സി പ്ലസ് വൺ എന്ന് വെച്ചാൽ എന്താണ്? സി പ്ലസ് വൺ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. മൈനസ് സി മൈനസ് വൺ. അങ്ങനെയാണ് നമുക്കിവിടെ സി മൈനസ് വൺ എന്ന് കിട്ടിയത്. സോ എന്താണ്, നമുക്ക് സിയും സിയും കൂടെ പോകും, ബാക്കി -1. LHS എടുക്കുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് നമ്മുടെ ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് മോഡ് ഓഫ് എക്സ് പ്ലസ് 1. എച്ച് ടെൻസ് ടു 0 ആകുമ്പം സിക്ക് വരം സി പ്ലസ് എച്ച് മൈനസ് സി പ്ലസ് എച്ച്, ഒരു +1 ഉണ്ട്, +1 കൂടെ ഇടുക. എച്ചിന് നമുക്ക് വാല്യൂ എടുക്കാം. സി മൈനസ് 0 മൈനസ് മോഡ് സി മൈനസ് 0 + 1. സോ സി മൈനസ് സി, നമ്മൾ ഈ മൈനസ് അകത്തേക്ക് കൊടുക്കാൻ മറക്കരുത്, ഇതൊരു ഫുൾ ടേം ആണ്. സോ നമ്മൾ മൈനസ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്, നമ്മളിവിടെ ചെയ്തതുപോലെ. സി മൈനസ് 1. സോ സി മൈനസ് സിയും കൂടെ ക്യാൻസലായി, നമുക്ക് -1 കിട്ടി. RHLO ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആവുന്ന സമയത്ത് സി പ്ലസ് എച്ച് മൈനസ് സി പ്ലസ് എച്ച് പ്ലസ് 1. സോ നമുക്ക് എന്താണ്, എച്ചിന് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. സി പ്ലസ് 0 മൈനസ് സി പ്ലസ് 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് 1. ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1. സോ എന്താണ് നമ്മളോട് ചോദിച്ചിരുന്നത്? ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. പക്ഷെ നമുക്ക് ഫുൾ കണ്ടിന്യൂസ്, ഇവിടെ -1 ഇവിടെ -1 ഇവിടെ -1 ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്, ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.